കുഞ്ഞിച്ചോമിനസാൻ നാനോമിഷന്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്പെഷ്യൽ എന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ഇന്നത്തെ വീഡിയോ ആണ് നമ്മുടെ സീസൺ 1 50ാമത്തെ എപ്പിസോഡ്. അതായത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഏകദേശം 50 എപ്പിസോഡിൻ്റെ നാനോമിഷൻ എപ്പിസോഡ് ഇന്നേക്ക് റിലീസാക്കി കഴിഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾ എന്തായാലും എനിക്ക് തന്നെ, അതുകൊണ്ട് മാക്സിമം ലൈക്ക് തന്നെ എനിക്ക് വേണം. സോ ഇപ്പം തന്നെ ലൈക്ക് അടിച്ച് പൊട്ടിച്ചേക്ക്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ ഈ പേജ് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തായാലും ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് കടക്കാം. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് അവൻ പറയുന്നുണ്ട്, ഈ ഒരു പുതിയ ടൈപ്പ് ആർട്ടിന് സൈഡ് എഫക്ട്സിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, എന്നാൽ സ്വബോധം അതെപ്പോഴും അവിടെ തന്നെ ഉണ്ടാകും. ഇതിനെയാണ് ദി ഡിവൈൻ ബ്ലഡ് റിവേഴ്സൽ ആർട്ട് എന്ന് പറയുന്നത്. ഈ സമയത്ത് തന്നെ അവൻ്റെ ബ്രദർ കെഞ്ചി പറയുന്നുണ്ട്, ബ്രദർ എന്നെ വെറുതെ വിടൂ, എന്നോട് ക്ഷമിക്കൂ, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, നമ്മൾ ബ്രദേഴ്സ് അല്ലേ, അതുകൊണ്ട് പ്ലീസ് എന്നെ വെറുതെ വിടൂ, ഞാൻ ഇതാരോടും പറയത്തില്ല, എന്നെ വെറുതെ വിടൂ ബ്രദർ. പക്ഷേ യു ജോങ്ങിൻ്റെ കണ്ണിലാട്ടെ ആ ഒരു ദേഷ്യം മാത്രമേ അവന് കാണാൻ സാധിച്ചുള്ളൂ. ഞങ്ങളോട് താങ്കൾ അവനെ കൊല്ലണം, അവനെ കൊന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ അവൻ ഉറപ്പായിട്ട് ഫ്യൂച്ചറിൽ നമുക്കെതിരാളിയായിട്ട് വരുന്നതായിരിക്കും. ബ്രദർ ഞാൻ പറയുന്നേക്ക്, എന്നെ വെറുതെ വിട്. ഇല്ല, ഞങ്ങളോട് താങ്കൾ ഹെസിറ്റേറ്റ് ചെയ്യില്ല, താങ്കൾ അവനെ കൊല്ലണം ബ്രദർ. ഈ സമയത്ത് യുജങ്ങിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കാതെ അവിടെ നിന്ന് കരയാൻ മാത്രമേ പറ്റുള്ളൂ. അവൻ നോക്കാൻ നേരത്ത് അവൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നത് അവൻ്റെ ബ്രദർ അല്ലായിരുന്നു, പകരം മറ്റൊരു മോൺസ്റ്റർ തന്നെയായിരുന്നു. എന്നാൽ അറ്റാക്ക് ചെയ്യാൻ പോയപ്പോഴാണ് യു ജോങ്ങിന് ആ ഒരു മനസ്സിലേക്ക് ആ ഒരു വാക്ക് വന്നത്, ബ്രദർ പേടിക്കേണ്ട കേട്ടോ, ഞാൻ എന്നും ബ്രദറിൻ്റെ കൂടെ തന്നെ കാണും. അടുത്ത സെക്കൻഡിൽ അവനെ അറ്റാക്ക് ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ യുജങ്ങിനെ അറ്റാക്ക് ചെയ്തു. യുജങ്ങിന് എന്താണ് സംഭവിച്ചെന്ന് പോലും മനസ്സിലായില്ല. അടുത്ത സെക്കൻഡിലാണ് അവൻ്റെ വലത്തെ കൈ അറ്റ് നിലത്തേക്ക് വീണത്. എന്നാൽ ബുള്ളിനെ ഇതൊട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അവൻ പറഞ്ഞ് താങ്കൾ അവനെ ജീവനോടെ വിടാൻ പാടില്ലെന്ന് പറഞ്ഞു പെട്ടെന്ന് അവൻ ആ ഫൈറ്റിലേക്ക് റഷ് ചെയ്ത് വന്നപ്പോൾ അടുത്ത സെക്കൻഡ് തന്നെ യുജോങ് അവനെ പൊക്കിയെടുത്ത് നിലത്തേക്ക് അടിച്ചു. ഇത് കണ്ട യുജോങ്ങിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോഴാണ് അവൻ പറഞ്ഞത്, ഇന്ന് മുതൽ ഞാൻ നിന്നോട് കുരക്കാൻ പറഞ്ഞ നീ ഒരു പട്ടീനെ പോലെ കിടന്ന് കുരയ്ക്കും. കാര്യം ഇനി നിന്റെ ജീവിതം അത്രത്തോളം മോശമായിരിക്കും. അടുത്ത ദിവസം ബാക്കിയുള്ള മൈനർ പ്ലസ് കാൻഡിഡേറ്റ്സിനെ കൊന്നതിനും പിന്നെ യുജങ്ങായുള്ള അവൻ്റെ ബ്രദറിൻ്റെ കൈ മുറിച്ച് മാറ്റിയതിനും യുജോങ്ങിനെ അവർ അറസ്റ്റ് ചെയ്തു. ഡിവൈൻ ബ്ലഡ് റിവേഴ്സൽ ആക്ടിന് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ശരിയാണ്, യുജോങ്ങിന് അവൻ്റെ ബോധവും ഉണ്ടായിരുന്നു. എന്നാൽ മോനെ, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അത്രത്തോളം ഭയാനകമായിരുന്നു. മോനെ യുജോങ്, നീ എന്താണ് അവനെ കൊല്ലാഞ്ഞത്? എന്തേ കൊല്ലാഞ്ഞേ? അല്ല, ഇതെൻ്റെ അമ്മയല്ല, ഇതെൻ്റെ അമ്മയല്ല. 5ഓളം തവണ അവൻ്റെ എനർജി അവൻ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ആ ഒരു ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ അവന് സർപ്പസ് ചെയ്യാനായിട്ട് സാധിച്ചത്. അവനെ അറസ്റ്റ് ചെയ്ത 10ാമത്തെ ദിവസം യുജോങ്ങിനെ അവർ ഫ്രീ ചെയ്യുകയുണ്ടായി. കാര്യം ആ ഒരു ഫോർസെറ്റ്സ് പെട്രേജിൻ്റെയൊക്കെ അവന് വീണ്ടും അറസ്റ്റ് ചെയ്യുന്നുള്ള ഡിമാൻഡായിട്ട് വന്നെങ്കിൽ കൂടിയും നമ്മുടെ സോഡ് സെക്ടിൻ്റെ ചീഫായിട്ട് അതിനെ ഒപ്പോസ് ചെയ്തു. നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി നീ നിന്റെ വാക്ക് പാലിക്കണം. നീ ഇനി ഷാഡോ സെറ്റും സോഡ് സെറ്റും റിസർച്ച് ചെയ്യാൻ പോകുന്ന ബ്ലഡ് റിവേഴ്സൽ ആർട്ടിനെ പറ്റി മറന്നേക്കണം, മനസ്സിലായോ? യെസ് സാർ. അതിനുശേഷം യുജോങ് പറയും ചെയ്യും, നീ എൻ്റെ അടുത്ത് വന്നു പോകരുത്. നീ എന്നോട് പറഞ്ഞത് ഈ ഒരു ഡിവൈൻ ബ്ലഡ് റിവേഴ്സൽ ആർട്ടിന് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലെന്നല്ലേ? പക്ഷേ ഞാൻ കാണുന്ന ഈ ഓഫിലുള്ള ഹാലുസിനേഷൻ പിന്നെ എന്ത് നാശമാണ്. എൻ്റെ അമ്മയുടെ സെയിം ബ്ലഡ് ലൈൻ ഉള്ളത് കാരണം പിന്നെ നീ എന്നെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നിപ്പോൾ കൊല്ലാതെ വിടുന്നത്. ഇനി എൻ്റെ മുമ്പിൽ നിന്നെ കണ്ടുപോകരുത്. അതും പറഞ്ഞുകൊണ്ട് യുജോങ് അങ്ങോട്ട് പോവുകയും ചെയ്യും. പക്ഷേ ആ ടൈമിൽ ഇപ്പോൾ മനസ്സിൽ ചിരിക്കുന്നുണ്ടായിരുന്നു. നീ ഇനി എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ഇതൊരു തവണ യൂസ് ചെയ്താൽ നിനക്കത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. നീ പറ്റുമെങ്കിൽ അത് തടഞ്ഞു കാണിക്കേ. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം പെട്രേച്ച് എല്ലാം കൂടെ ആ നോർത്തേൺ സൈഡിലുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോവുകയും ചെയ്യും. അവിടെ വെച്ചാണ് അദ്ദേഹം പറയുന്നത്, ഇനി മുതൽ നീ ആയിരിക്കും എൻ്റെ പൊസിഷൻ്റെ സക്സസർ. എന്ത്? അല്ല, യൂച്ചിയോൺ അവനുണ്ടല്ലോ, പിന്നെന്താണ്? അവൻ കംപ്ലീറ്റ്ലി വീക്കാണ്. നമ്മുടെ കൾട്ട് ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങളൊന്നും അവന് താങ്ങാൻ സാധിക്കത്തില്ല. ഒരു പെട്രേച്ചിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് അതോറിറ്റി മാത്രമല്ല, അതിന്റെ പിന്നിൽ അത്രത്തോളം ഗൗരവമായ പല കാര്യങ്ങളും ഉണ്ട്. ലക്ഷക്കണക്കിന് സോൾജേഴ്സിന്റെ ആ ഒരു ജീവൻ നിന്റെ തോളിലായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. അത് നീ ഒറ്റക്ക് തന്നെ ചുമക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിന്റെ ദേഷ്യവും ബാക്കിയുള്ള എല്ലാം തന്നെ നീ കൾട്ടിന് വേണ്ടി മാറ്റി വെക്കണം. അടുത്ത സെക്കൻഡ് തന്നെ യുജോങ് അവൻ്റെ കൈകൾ അടുപ്പിച്ചു. എന്നിട്ട് പറയുകയും ചെയ്യും,
ഞാൻ നമ്മുടെ ഡിമോണിക് കൾട്ടിൻ്റെ ആൾട്ടറിൻ്റെ മുമ്പിൽ നിന്ന് ഒരു വോച്ച് ചെയ്യുവാണ്. അവർ പെട്രിയച്ച്, ഞാൻ എൻ്റെ ജീവനും എല്ലാം തന്നെ ഞാൻ നമ്മുടെ ഡിമോണിക് വാരിയർ കൾട്ടിന് വേണ്ടി അർപ്പിക്കുകയാണ്. അങ്ങനെയാണ് യുജോങ് ഒഫീഷ്യലി പെട്രിയച്ച് എന്ന പദവിയിലേക്ക് ഉയർന്നത്. യുജോങ് ഇഞ്ചി ചെയ്യാൻ കൊടുത്തുള്ള ആ ഒരു പ്രോമിസ് കീപ്പ് ചെയ്യാനായിട്ട് അവൻ കംപ്ലീറ്റ്ലി അവൻ്റെ ദേഷ്യങ്ങൾ കടിച്ചമർത്തി. എന്നാൽ അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ആഴം അത്രത്തോളം മൂർച്ചയേറിയതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ 5 വൈഫ്സും, അതായത് അവന് കിട്ടിയ 5 ഭാര്യമാരോടും അവന് ആ ഒരു ലവ് അല്ലെങ്കിൽ ഒരു അഫെക്ഷൻ കാണിക്കാൻ സാധിച്ചിരുന്നില്ല. ഞാൻ എങ്ങനെ പോയാലും സ്ട്രോങ്ങറായി മാറണം. ഹെഡ് റോയൽ ബോഡി ഗാർഡിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷനിൽ എനിക്കൊരിക്കലും എന്നും ഇരിക്കാൻ സാധിക്കത്തില്ല. യുജോങ് പെട്ടെന്ന് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ കൾട്ടിലെ ഒത്തിരിയധികം എൽഡേഴ്സ് അവനെക്കാട്ടും സ്ട്രോങ്ങർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പെട്രിയച്ചിന്റെ ജോലികൾ കഴിയുന്നിടത്ത് അവനവൻ്റെ മാർഷൽ ആർട്ട് സ്കിൽസ് വീണ്ടും റിഫൈൻ ചെയ്യാനായിട്ട് ആരംഭിച്ചു. എന്നാൽ അവൻ്റെ ജീവിതം നമ്മളെല്ലാവരും വിചാരിക്കുന്ന പോലെ അത്ര ലോ അല്ലായിരുന്നു. അവൻ്റെ സമയത്തിനെ നന്നാക്കാനായിട്ട് ഒരാൾ, അല്ല താങ്കളെ നോക്കണേ, ഇനി ശരിക്കും ടൈഡി ആയിട്ടുണ്ടല്ലോ. അത് പിന്നെ കുറച്ച് അൺകംഫർട്ടബിൾ ആയിരുന്നു ആ ഒരു കോട്ടൊക്കെ ഇട്ട് ട്രെയിൻ ചെയ്തപ്പോൾ. അതുകൊണ്ട് ദൂരം മാറ്റിയത് കൊണ്ടാണ് ഇത്രയും. ഓ അങ്ങനെയാണോ? എങ്കിൽ ഞാൻ താങ്കളോട് താങ്ക്സ് പറയുവാണ്. താങ്കൾ എന്നെ നന്നായിട്ട് നോക്കുന്നില്ലേ? പിന്നെ അതങ്ങനെയൊന്നുമില്ല, നീ എന്താണ് ഈ പറയുന്നത് പറഞ്ഞിട്ട് അവനകത്തേക്ക് കയറി പോവുകയും ചെയ്യും. അവൾ മേർലി ഒരു സെർവൻ മാത്രമായിരുന്നു. എന്നാൽ അവളോട് സംസാരിച്ചിരുന്ന ഓരോ വരികളും അവന് വളരെ ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തു. ഇയോൺ ഹ്വായുടെ ചിരി നമ്മുടെ യുജോങ്ങിൻ്റെ മനസ്സിലല്ലായിരുന്നു, അവൻ്റെ ഹൃദയത്തിലായിരുന്നു തട്ടിയത്. അവളുടെ ഓരോ വാക്കുകളിലും അവൻ സന്തോഷം കണ്ടെത്താൻ തുടങ്ങി. അവളുടെ സൗന്ദര്യം അവൻ്റെ ജീവിതത്തിലെ ആ ഒരു സൂര്യപ്രകാശം പോലെയായിരുന്നു. അങ്ങനെ കുറച്ച് മാസങ്ങൾ കടന്നുപോയി. എന്ത്, നീ പ്രഗ്നൻ്റ് ആണെന്നോ? എൻ്റെ കൊച്ച് നിന്റെ ഉള്ളിലുണ്ടെന്നോ? എന്നോട് ക്ഷമിക്ക്, എനിക്ക് കൾട്ടില്ലേ എല്ലാ ലോസും അറിയാം. ഞാൻ എവിടെയെങ്കിലും രക്ഷപ്പെട്ടോളാം. ആരും അറിയാതെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. എന്നോട് ക്ഷമിക്കാനോ? നീ എന്താണ് ഈ പറയുന്നത്? നീ എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം. ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. നിന്നെയും നമ്മുടെ കൊച്ചിനെ ഞാൻ തന്നെ പ്രൊട്ടക്ട് ചെയ്യും. തൊട്ടടുത്ത ഗ്രാൻഡ് ഹാളിൽ വെച്ച് നടന്ന ആ ഒരു മീറ്റിംഗിൽ നമ്മുടെ ഇയോൺ ഈ ഒരു കാര്യം പറയുകയും ചെയ്തു. എന്നാൽ അത് പറഞ്ഞ അടുത്ത നിമിഷം തന്നെ അവിടെ ഒരു പൊട്ടിത്തെറിയാണ് ഉണ്ടായിരുന്നത്. കളിയിൽ തന്നെ ഏറ്റവും അധികം പ്രശ്നങ്ങളുണ്ടായ ഒരു ദിവസം കൂടിയായിരുന്നു അത്. ആ ഒറ്റ തവണ മാത്രമാണ് നമ്മുടെ പ്രീവിയസ് പെട്രേജുള്ള ഇഞ്ചി ചിയോൺ തൻ്റെ ഐസൊലേഷൻ ട്രെയിനിങ്ങിൽ നിന്ന് ഒരു വട്ടം മാത്രം പുറത്തേക്ക് ഇറങ്ങി വന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയത്. യോൺഹ്വായ്ക്ക് എന്തായാലും പെട്രേച്ചിൻ്റെ കൂടെ ഒഫീഷ്യലി കോട്ടേഴ്സിൽ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കോട്ടേഴ്സിൻ്റെ പുറത്ത് അവൾക്കൊരു വീട് പ്രിപ്പയർ ചെയ്ത് കൊടുത്ത്, അത്ര വലിയതൊന്നും അല്ലെങ്കിലും അവൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു വീട്. വിചാരിച്ചിരുന്നത് അവൻ്റെ ജീവിതകാലം മുഴുവൻ ഈ ഒരു സന്തോഷം നിലനിൽക്കുമെന്നാണ്. എന്നാൽ ഇയോൺഹ്വായ്ക്കും ഇയോൺ ചിയനും എത്രത്തോളം അറ്റൻഷൻ കിട്ടാൻ തുടങ്ങിയോ അത്രത്തോളം ബാക്കിയുള്ള 6 സെറ്റ്സിലെ ആ ഒരു ലേഡീസിന് അവരോടുള്ള ജലസി കൂടി വന്നു. ആ ജൽസി പതുക്കെ ഇയോൺഹ്വാനെ ഫിസിക്കലി ഹറാസ് ചെയ്യാനായിട്ടും തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഇഞ്ചി ചിയോണോടുള്ള പ്രീവിയസ് പെട്രേജ് ആ ഒരു ഐസൊലേഷൻ ട്രെയിനിങ് കഴിഞ്ഞു വരികയും പെട്ടെന്ന് ഒരു ദിവസം കാണാതാകുകയും ചെയ്തത്. കൾട്ടിന് തന്നെ അത് ശരിക്കും സർപ്രൈസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തെളിയാനായിട്ട് ആ ഒരു കൾട്ട് മുഴുവൻ നിൽക്കേണ്ടായി. എന്നാൽ ഈ ഒരു ന്യൂസ് ഈവൽ ഫാക്ഷനുള്ള ദി ഗ്രേറ്റ് കിങ് ആയുള്ള ഇയോൺ ഹ്വാങ്ങും അറിയുണ്ടായി. അതുകൊണ്ട് തന്നെ ഗൂസോയിൽ വെച്ചുകൊണ്ട് അവരൊരു യുദ്ധത്തിനും തയ്യാറായി. ആ യുദ്ധം ഏകദേശം 6 മാസത്തോളം നീണ്ടു. ഒരാൾക്ക് പോലും നമ്മുടെ ഗ്രേറ്റ് കിങ് ആയുള്ള ഇയോൺ ഹ്വാനെ തോൽപ്പിക്കാൻ സാധിച്ചില്ലായിരുന്നു. അവിടെ വെച്ച് തന്നെ യുജോങ്ങിന്റെ ഹാഫ് ബ്രദറായുള്ള യുജങ്ങും മരിക്കുകയുണ്ടായി. മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ പെട്രേജ് എന്ന ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി അവിടെ ഫൈറ്റ് ചെയ്യാനായിട്ട്. അവിടേക്ക് ഇറങ്ങുന്നതിന് മുമ്പാണ് അവൻ ആ ഒരു കാര്യം പറഞ്ഞത്. അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയുള്ള ഇയോൺ ഹ്വായ്ക്ക് ഒരു അസുഖം പിടിപെട്ടിരിക്കുന്നു. നീ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? അവർ പെട്രേജ്, ഞാൻ ഓക്കെയാണ്. എന്നോട് ക്ഷമിക്കണം. ഞാൻ നിൻ്റെ കൂടെ കാണുമെന്ന് വാക്ക് തന്നിരുന്നു. പക്ഷേ അങ്ങനെ പറയണ്ട. താങ്കൾ ഇവിടുത്തെ പെട്രേജാണ്. അതുമാത്രമല്ല ഹെഡ് ഫിസിഷ്യൻ എന്തായാലും ഇവിടെ ഉണ്ടല്ലോ. അദ്ദേഹം എന്തായാലും എൻ്റെ കാര്യം നോക്കിക്കോളും. പെട്രേജ്, യുദ്ധത്തിന് പോകാൻ സമയമായിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. എന്നാൽ ആ നിമിഷം യുജോങ് അറിഞ്ഞില്ലായിരുന്നു. അതായിരുന്നു അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായിട്ടുള്ള ഇയോൺ ഹ്വാ പറഞ്ഞ അവസാനത്തെ വാക്കുകളെന്ന്. പിന്നെ കാണിക്കുന്നത് ആ ഒരു ഫൈറ്റാണ്. നമ്മുടെ യുജോങ്ങും നമ്മുടെ കിങ് ഹ്വാങ്ങും തമ്മിലുള്ള ആ ഒരു വലിയൊരു ഫൈറ്റ്. അദ്ദേഹം പെട്ടെന്നായിരുന്നു നമ്മുടെ യുജോങ്ങിനെ അറ്റാക്ക് ചെയ്തത്. അവനിട്ട് ദൂരെ പോയി തട്ടി ചോരൊക്കെ ഛർദ്ദിക്കുകയും ചെയ്യും. ഒരു പെട്രേജ് എന്ന നിലയ്ക്ക് ഞാൻ ഇതിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്തിരുന്നു. ഹിഞ്ചി ചെയ്യാൻ വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് നീ ഒന്നും തന്നെ ഇല്ലല്ലോ. ഇന്ന് മുറിമിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഒരു പുതിയ ചരിത്രം ഞാൻ കുറിക്കാൻ പോകുകയാണ്. ഞാൻ ദി ഗ്രേറ്റ് കിങ് അല്ല ഇയോങ് ഹ്വാൻ, ഒരു ഡിമോണിക് കൾട്ടിനെ മാസ്റ്ററിനെ ഇന്നിവിടെ വെച്ച് കൊല്ലാൻ പോകുകയാണ്. ഇല്ല, ഞാൻ തോക്കാൻ പാടില്ല.
കാര്യം പെട്ടെന്നായിരുന്നു അവളുടെ മുഖം അവൻ്റെ മനസ്സിലേക്ക് വന്നത്. ഇത് ഞാൻ ഒരിക്കലും യൂസ് ചെയ്യില്ലെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അടുത്ത സെക്കൻഡിൽ തന്നെ അവനത് യൂസ് ചെയ്തു. ദി ഹെവൻലി ഡീമോണിക് റിവേഴ്സൽ ആർ. അടുത്ത സെക്കൻഡിൽ അവനും ഞെട്ടി, നമ്മുടെ കിങ് ഹോങ്ങും ഞെട്ടി. കാര്യം യുജോങ് അവൻ്റെ തൊട്ട് മുമ്പിൽ നിൽപ്പുണ്ടായിരുന്നു. യുജോങ്ങിനെ പെട്ടെന്നുള്ള ആ ഒരു റേജ് നമ്മുടെ കിങ് ആയിട്ടുള്ള ആ ഒരു ഹാങ്ങിന് പോലും തങ്ങാൻ സാധിച്ചില്ലായിരുന്നു. അതൊരു വൈൽഡ് ബീസ്റ്റിനെ പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു മാർഗ്ഗവും ഇല്ലാതെ നമ്മുടെ ഇയോങ് ഹാങ് എന്ന് പറഞ്ഞ ആ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള കിങ് അവിടുന്ന് വിഡ്രോ ചെയ്തു. അന്നേ ദിവസം ആ ഒരു കാര്യമുണ്ടായി. അവൻ വിഡ്രോ ചെയ്തത് കൊണ്ട് തന്നെ ആ ഒരു ടോപ്പുള്ള മാർഷൽ ആർട്ടിൻ്റെ പൊസിഷൻ അദ്ദേഹം ഏറ്റെടുക്കുകയുണ്ടായി. അങ്ങനെയാണ് ചൈനയിലെ ടോപ്പ് 5 മാർഷൽ ആർട്ടിസ്റ്റിൽ ഒരാളായിട്ട് യുജോങ് ജിയോൺ എത്തിയത്. പക്ഷേ തിരിച്ചു വന്നപ്പോൾ അവനെ കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു. അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയുടെ മരണം. ഹെഡ് ഫിസിഷ്യനുള്ള നമ്മുടെ ഫിസിഷ്യൻ ബേഗ് മരണകാര്യം മൈക്രോടോക്സിൻസ് ആണെന്ന് കണ്ടെത്തിയുണ്ടായി. ഇതറിഞ്ഞ യുജോങ്ങുടെ കൾട്ടിനെ തന്നെ തല കീഴായി നിർത്തിച്ചു. എങ്കിൽ കൂടിയും അദ്ദേഹത്തിന് ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. അതിലുപരി ആ ദേഷ്യത്തിലും സങ്കടത്തിലും അവനെ തന്നെ അടച്ചു പൂട്ടുകയുണ്ടായി. കാര്യം ആ ഒരു ഡിവൈനായുള്ള ബ്ലഡ് റിവേഴ്സൽ ആർട്ട് യൂസ് ചെയ്തതുകൊണ്ട് തന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് വീണ്ടും വരാൻ തുടങ്ങി. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയായുള്ള യുൻഹോയുടെ ഫ്യൂണറൽ പോലും അവന് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ആ സമയത്ത് അവൻ ഐസൊലേഷൻ ട്രെയിനിങ്ങിൽ തന്നെയായിരുന്നു. എക്സ്ട്രീമായുള്ള മൈഗ്രൻസിനെതിരെയും പിന്നെ ആ ഒരു ഹാലൂസിനേഷനെതിരെയും സങ്കടം കൊണ്ട് ദേഷ്യം കൊണ്ട് ഉച്ചത്തി അവനോട് കിടന്ന് നിലവിളിക്കാൻ മാത്രമേ പറ്റുന്നുള്ളായിരുന്നു. ഞാൻ ഒത്തിരി താമസിച്ചു പോയി. യുജോങ്ങിന് ദേഷ്യവും സങ്കടവും മാറി മാറി വന്നിരുന്നു. അവൻ്റെ ആ ഒരു ട്രെയിനിങ് റൂം തന്നെ ചോരയിൽ കുളിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പോഴും അവൻ്റെ ജീവിതം പിടിച്ചു നിർത്താനായിട്ട് അവന് ഒരേ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവൻ്റെ സ്വന്തം മകനായിരുന്നു. പക്ഷേ അവൻ അത്രത്തോളം ഭയന്നിരുന്നു. അങ്ങനെ ആ വർഷത്തെ മഞ്ഞുകാലമായി. അന്നാണ് ഐസൊലേഷൻ ട്രെയിനിങ് വിട്ട് അവൻ പുറത്തേക്ക് വന്നത്. അകത്തേക്ക് കയറിയ യുജോങ് ആയിട്ടായിരുന്നില്ല അവൻ പുറത്തേക്ക് വന്നത്. അവൻ്റെ ഫേസും കംപ്ലീറ്റ്ലി സെയിം ആണെങ്കിലും അവൻ്റെ ഉള്ളിൽ മറ്റൊരു വ്യക്തി തന്നെയായിരുന്നു. ആരാണത് ചെയ്തത്? യുജോങ്ങിന്റെ മനസ്സിൽ ആ ഒരു ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ഉറപ്പായിരുന്നു 6 സെറ്റ്സിൽ നിന്ന് ഒരാളാണ് ഇതിന്റെ കൾപ്രിറ്റ് എന്ന്. പക്ഷെ അത് കണ്ടുപിടിക്കാനായിട്ട് ഈ 6 സെറ്റ്സിലെ വൈഫിനെയൊക്കെ വീണ്ടും ചോദ്യം ചെയ്യാനാണെങ്കിൽ അത് ഇയോന്റെ ജീവനെ നന്നായിട്ട് തന്നെ അഫക്റ്റ് ചെയ്യുമെന്ന് അവന് മനസ്സിലായി. എന്ത്, അവളത് തടഞ്ഞിരിക്കുന്നോ മാർഷൽ ആർട്സ് പഠിക്കാനായിട്ട്? അതേ പട്രിയാച്ച്. ലേഡി ഹോ ആ ഒരു ലേഡീസിൻ്റെ അവിടേക്ക് ചെന്ന് ആ ഒരു വോ ചെയ്തു. എന്നിട്ട് അവൾ പറയുകയും ചെയ്തു ആ ഒരു പയ്യൻ അവൻ ആ മാർഷൽ ആർട്സ് പഠിക്കാൻ പാടില്ലെന്ന്. അതിനർത്ഥം ആ കൊച്ച് ഇപ്പോഴേ അപകടത്തിലാണ്. അതേ പട്രിയാച്ച്. എന്നാൽ അത് മാത്രമല്ല, ഹെഡ് ഫിസിഷ്യൻ പറഞ്ഞു വെച്ച് നോക്കാത്ത എങ്ങനെയുള്ള ഈ ഒരു ശരീരത്തിൽ മൈക്രോടോക്സിൻസിൻ്റെ അളവുണ്ടായിരുന്നു. ഈ യോൻഹോ, നീ ശരിക്കും അതിര് കടന്നിരിക്കുന്നു. ഞാൻ ആ യുദ്ധത്തിലായിരുന്ന സമയത്ത് നീ പലതും ചെയ്തു. ഇപ്പൊ നീ എൻ്റെ മകനെ ഇവിടെ ഉണ്ടായിരുന്നത് പെട്രച്ചല്ലാതെ ഞാനായിരുന്നെങ്കിൽ നിന്നെ ഞാൻ വലിച്ചു കയറിയെന്നാണ്. അതേ ദിവസം തന്നെ യുജോങ് അവനോട് തന്നെ ഒരു വാക്ക് പറഞ്ഞു. അവൻ എന്ത് വില കൊടുത്തും 6 സെറ്റ്സിനെ അവൻ എന്തായാലും ഫൗണ്ടൻ കാളിൽ നിന്ന് താഴത്തേക്ക് ഇറക്കുമെന്ന്. യോൻസിയോനെ അവൻ്റെ അടുത്തേക്ക് വിളിച്ച് അവനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവനെ സംരക്ഷിക്കണമെന്ന് അവന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ചെയ്ത അവൻ്റെ ഭാര്യനെ കൊന്ന ആരാന്ന് അവനെ അറിയാനും സാധിക്കത്തില്ലായിരുന്നു. ആ ഒരു അക്കാഡമിയിലെ എൻട്രൻസ് ഡേയിൽ വെച്ചാണ് പെട്രേച്ചി അവനെ വീണ്ടും കണ്ടത്. ആ കണ്ട സെക്കൻഡിൽ തന്നെ പെട്രേച്ചി അവൻ ആരാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചു. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ടായിരുന്നെങ്കിൽ കൂടിയും അവൻ എങ്ങനെയൊക്കെ അത് പിടിച്ചു വെച്ചു. തൻ്റെ ഇമോഷൻ പൊട്ടിത്തെറിക്കുന്നതിൻ്റെ വക്കത്തായിരുന്നെങ്കിൽ കൂടി പെട്രേച്ച് ആ ഒരു രീതിയിൽ തന്നെ അവിടെ നിന്നു. മറ്റൊരു മാർഗവുമില്ലാതെ തല തിരിച്ച് അവൻ പിന്നിലേക്ക് നടക്കുകയും ചെയ്തു. അപ്പോൾ സാർ സിയോപങ്ങിന് അവനെ ഇഷ്ടപ്പെട്ടല്ലേ? അതെ. എങ്കിൽ സാർ ലീഡ് പറഞ്ഞേക്ക് അത് തടയാൻ നിൽക്കേണ്ടതെന്ന്. അതുമാത്രമല്ല, എനിക്കെന്തായാലും എൻ്റെ മകൻ ആദ്യത്തെ 2 എക്സാമിനേഷനിൽ തോക്കുന്നത് കാണാൻ ഒരാഗ്രഹവുമില്ല. യെസ് അവർ പെട്രേച്ച്, ഞാനിത് ഉടനെ തന്നെ പറയുന്നതായിരിക്കും. അങ്ങനെ 2 മാസത്തിന് ശേഷമാണ് ആ ഒരു 3rd എക്സാമിനേഷനിൽ വെച്ച് അത് സംഭവിച്ചത്. അതായത് സോഡ് സെക്ട് ഫൈനലി ആ ഒരു ബേറ്റ് എടുത്തു. അവർ ആ പ്രോമിസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ബ്ലഡ് റിവേഴ്സൽ ആർട്ട് അത് വീണ്ടും റിസർച്ച് ചെയ്തു. അത് പുറത്ത് വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ അത് മില്യൺ സോഡാണെന്ന് അറിയാൻ ആ ഒരു 2 ഷാഡോ സോഡ് സെറ്റിൻ്റെ ആ ഒരു ആൾക്കാരാണെന്ന് അവർക്ക് മനസ്സിലാക്കുകയും ചെയ്തു. യുജോങ് സാർ സിയോപങ്ങിനടുക്കെ ആ ഒരു ഉത്തരവ് കൊടുക്കുകയും ചെയ്തു. അവരെ എല്ലാവരും അറസ്റ്റ് ചെയ്യാനുണ്ട്, അതായത് മില്യൺ സോഡ് സെക്റ്റിലെ. അതുമാത്രമല്ല, ആരെങ്കിലും എതിർത്ത അവരെ കൊല്ലാനുള്ള അനുവാദം കൊടുത്തിരുന്നു. അങ്ങനെ വീണ്ടും
10 വർഷം കടന്നുപോയി. ആ ഒരു അൺനോൺ ഫ്രാക്ഷൻ സെജാങ്ങിൽ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ കൾട്ട് വലിയൊരു അപകടത്തിലായിരുന്നു. അത് തടയാനായിട്ടാണ് റൈച്ചസ് ഫാഷനായിട്ട് ഒരു അലയൻസും ക്രിയേറ്റ് ചെയ്തത്. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇതെല്ലാം സോൾവ് ചെയ്തിട്ട് തിരിച്ച് അക്കാഡമിയിലേക്ക് പോകണം. എൻ്റെ മകൻ അവനോടെ ഒറ്റയ്ക്കാണ്. യുജോങ് കംപ്ലീറ്റ്ലി നല്ല ടെൻസ്ഡ് ആയിരുന്നു. കാര്യം അവന് നല്ല പേടിയുണ്ടായിരുന്നു. അന്ന് സംഭവിച്ച പോലെ ഇന്നും സംഭവിച്ച് അവൻ്റെ പ്രിയപ്പെട്ടവര് മരിച്ചു പോയാലോ. എന്നാൽ ഡിമോണിക് കൾട്ട് എൻകൗണ്ടർ ചെയ്ത് വെച്ച് നോക്കാത്ത ആ ഒരു 6 ബെർസർക്ക് സേബർ വാരിയേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും സ്ട്രോങ്ങറും മോർ ഡേഞ്ചറസും ആയിരുന്നു. ഇവൻ എൽഡേഴ്സിന് പോലും അവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് സാറുമായി യുജോങ്ങും കളത്തിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് അവൻ അവിടേക്ക് വന്നതും. യുജോങ്ങിന് അവനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. അതുമാത്രമല്ല ആ ഒരു ടൈമിൽ യുജോങ്ങിന് ആ ഒരു ഫീൽ തിരിച്ചു കിട്ടുകയും ചെയ്തു. ഒരു വീക്ക് എന്നുള്ള ആ ഒരു ഫീലും. വെറും 10 ഫോംസ് ആകുന്നതിന് മുമ്പ് തന്നെ യുജോങ് അവിടെ തോറ്റിരുന്നു. അപ്പോൾ അത് നീയുമല്ലല്ലേ. അടുത്ത സെക്കൻഡ് തന്നെ അവൻ യുജോങ്ങിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ അവൻ പറയും ചെയ്യും. തൻ്റെ മരണം കൺമുമ്പിൽ നിന്നിട്ട് പോലും യുജോങ്ങിനെ മനസ്സിലാക്കി മറ്റൊരു കാര്യമാണ് വന്നത്. അവൻ്റെ പ്രിയപ്പെട്ട പത്നിയുള്ള ഇയോൻ ഹോയും അവൻ്റെ മകനായുള്ള ഇയോൺ ചിയാനും. ഇല്ല, ഞാൻ മരിക്കാൻ പാടില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൊച്ചു ഒറ്റക്കാവുന്നതായിരിക്കും. ഞാൻ മരിക്കാൻ പാടില്ല. എൻ്റെ കൊച്ചിനെ ഞാൻ ഒറ്റക്കാക്കാൻ പാടില്ല. അവന് ഞാൻ മാത്രമേ ഉള്ളൂ. അവർ പെട്രേജ്, താങ്കൾ എന്തായാലും ഹാലൂസിനേഷനെ പറ്റി നന്നായിട്ട് സംസാരിച്ചിരുന്നു. ഒരു റിഫൈനുള്ള ആർട്ട് യൂസ് ചെയ്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ അതിന് അത്രത്തോളം ഡേഞ്ചറസ് ആയ സൈഡ് എഫക്ട്സ് ഉണ്ട്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് പോലും എനിക്ക് പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അതിനെ യൂസ് ചെയ്യാനും പാടില്ല. പക്ഷേ എനിക്കിനി മറ്റ് ചോയ്സ് ഒന്നുമില്ല. പെട്ടെന്നായിരുന്നു അവൻ ചെയ്ത അറ്റാക്ക് അവൻ ഡിഫ്ലക്ട് ചെയ്തത്. പിന്നെ കാണുന്നത് ചുമന്നിരിക്കുന്ന നമ്മുടെ പെട്രേജിൻ്റെ കണ്ണുകളാണ്. മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ യുജോങ് വീണ്ടും ആ ഒരു ഡിവൈനുള്ള ബ്ലഡ് റിവേഴ്സൽ ആർട്ട് യൂസ് ചെയ്തു. അതുമൂലം തന്നെ അവൻ്റെ എല്ലാ മെമ്മറീസും കംപ്ലീറ്റ്ലി ഇറേസ് ആകാനും തുടങ്ങി. പെട്രേജ് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? പെട്ടെന്നാണ് അവൻ ഞെട്ടി എണീറ്റത്. അല്ല, താങ്കൾ ഓക്കെ അല്ലേ? സാർ പെട്രേജ്, എനിമീസ് രക്ഷപ്പെട്ടിരിക്കുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എനിക്കൊന്നും തന്നെ ഓർക്കാൻ പറ്റുന്നില്ലല്ലോ. പെട്ടെന്നാണ് അവൻ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചത്. അത് മറ്റാരുമില്ലായിരുന്നു, യുജോങ് ആയിരുന്നു. അല്ലേ, താങ്കൾക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ടോ? യുജോങ്, നീയോ? കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ട് എക്സോസ്റ്റ് ആയതാണ്. വലിയ പ്രശ്നമൊന്നുമില്ല. ബ്രദർ, താങ്കൾക്കൊരു കാര്യം അറിയാവോ? നമ്മുടെ കൾട്ടിനെ തിരുത്താൻ പറ്റിയ ഒരാൾ എൻ്റെ ബ്രദറാണ്. അല്ലല്ല, ഇവിടുത്തെ പെട്രേജാണ്. അത് താങ്കളാണ്. ഇതേ സമയത്ത് തന്നെ യുജോങ്ങിൻ്റെ മനസ്സിലൂടെ പലതും കടന്നു പോകാനും തുടങ്ങി. അവന് പലതും ഓർത്തെടുക്കാനും പറ്റുന്നില്ലായിരുന്നു, പല ഇമ്പോർട്ടൻ്റുള്ള ഡീറ്റെയിൽസും. നീ പറഞ്ഞത് ശരിയാണ്. ഞാനായിരിക്കണം നമ്മുടെ കൾട്ടിൽ ബാലൻസ് കൊണ്ടുവരേണ്ടത്. നീ വേറൊരു കാര്യം മാത്രമാണ്. ഞാൻ ഈ കൾട്ടിൽ ബാലൻസ് കൊണ്ടുവന്നിരിക്കണം. അല്ല, അതിനെ കണ്ണ് കംപ്ലീറ്റ്ലി അതെങ്ങനെ ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ടാണോ? ഞാനിതാണ് ഡിസ്റ്റൻറ്റ് വിസ്പർ ടെക്നിക്ക് യൂസ് ചെയ്ത് അദ്ദേഹത്തെ സംസാരിച്ചത് നന്നായി. ഇനി താങ്കളെ പോലും പിടിച്ചാൽ കിട്ടത്തില്ല. അതുതന്നെ മൈനർ പ്രസിനെ ഇവിടെയുള്ള ബാക്കിയുള്ള എൽഡേഴ്സിനെ അങ്ങോട്ട് കൊന്നേക്ക്. ഇതേ സമയം തന്നെ പെട്രേജിൻ്റെ ഒരു പവർ കാരണം തന്നെ ആ സ്ഥലം മുഴുവൻ തന്നെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആകാനും തുടങ്ങി. ഈ സമയത്ത് നമുക്ക് നമ്മുടെ പെട്രേജിൻ്റെ കൈ കാണാനും സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈയും ശരീരമൊക്കെ പതുക്കെ ചേഞ്ച് ആകാനും തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ദേഷ്യം വർദ്ധിക്കാനും തുടങ്ങി. അടുത്ത സെക്കൻഡ് അവിടെ ഒരു ബീസ്റ്റിനെ പോലെ ഉച്ചത്തിൽ നിലവിളിക്കുന്ന പെട്രേജിനാണ് കാണാൻ സാധിച്ചത്. അദ്ദേഹം അവിടെ നിന്നിട്ട് തന്നെ എല്ലാവരുടെ മനസ്സിലേക്ക് ഭയം കടന്നു വന്നു. ഇതേ സമയം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം കാരണം ആ ഒരു കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളും താഴത്തേക്ക് വീഴാനും തുടങ്ങി. ഞാനോ അത് വീഴാൻ പോകുന്ന എവിടെയാണ്? ആ സമയത്ത് തന്നെ ഞാനോ അതെല്ലാം വ്യക്തമായി കാണിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ആ ഒരു സ്റ്റോൺസ് അവിടെയുള്ള ബാക്കിയുള്ള മേത്ത് വീഴാൻ പോയപ്പോൾ പെട്ടെന്നാണ് അവിടേക്ക് ഒരാൾ മിന്നൽ വേഗത്തിൽ വന്നത്. എന്നിട്ട് അവൻ നേരെ അവരെ സൈഡിൽ കൊണ്ട് ഇറക്കിയിട്ട് തിരിച്ച് പോകുന്നുണ്ട്. നീ എത്രയും പെട്ടെന്ന് പുറത്തു പോയി ബാക്കിയുള്ളവരെ സേഫ്റ്റിയിലേക്ക് എത്തിക്കാൻ നോക്ക്. നീ എന്നെ ബിട്രൈ ചെയ്തല്ലേ, അതിനർത്ഥം നിന്നെ കാത്തിരിക്കുന്നത് മരണമാണ്. ആ സമയത്ത് തന്നെ പെട്രേജ് നിലത്തേക്ക് ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവന്റെ നേരെ വന്ന എല്ലാ കല്ലുകളും അവൻ ഡോഡ് ചെയ്തിട്ട് നേരെ ചാടി പെട്രേജിന്റെ തലയിൽ കയറി പിടിച്ചു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലും. ഞാനോ തുടങ്ങിക്കോ. അടുത്ത സെക്കൻഡ് തന്നെ അദ്ദേഹത്തിന്റെ
കറണ്ട് അടുപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബോധം തന്നെ പതുക്കെ നഷ്ടപ്പെടാനും തുടങ്ങി. എൻ്റെ വലത്തെ കൈ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു 100 മീറ്റിംഗ് പോയിന്റ്സിലേക്ക് എർത്ത് കയറ്റും. ഇടത്തെ കൈ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻറ്റേർണൽ എനർജിയുള്ള ജേഡ് മെഡലിലേക്കും. ഈ സമയത്ത് തന്നെ അവനും നൈസിലൊന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അധികമൊന്നും വൈകാതെ തന്നെ അവൻ നേരെ പെട്രേസിനെ നിലത്തേക്കിട്ടു. പെട്ടെന്നാണ് ഗ്രാൻഡ് ഹാൾ മുഴുവൻ ഒന്നുകൂടെ ഒന്ന് സൈലൻ്റ് ആയത്. അവിടെ നടന്ന് കണ്ടിട്ട് ആർക്കും തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. അത്രത്തോളം ഭയാനകവും അമ്പരപ്പിക്കുന്ന കാഴ്ചയായിരുന്നത്. ഞാനെന്തായാലും ബോങ്ചിയുടെ ആ ഒരു കോപ്സ് അനലൈസ് ചെയ്തത് നന്നായി. അവൻ്റെ എനർജി റെസ്പോൺസ് എവിടെയെന്നൊക്കെ മനസ്സിലായി. ഞാനിത് താങ്കളോട് നേരത്തെ തന്നെ പറയേണ്ടതായിരുന്നു. പക്ഷേ ഡിമോണിക് ലോണിന് താങ്കളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പല തരത്തിലും ശ്രമിച്ചിരുന്നു. അത് സത്യം തന്നെയാണ്. അപ്പോൾ താങ്കൾക്ക് ഞാൻ വെറും ഒരു മാത്രമല്ലായിരുന്നു, താങ്കൾ എന്നെ പ്രൊട്ടക്ട് ചെയ്യാനും ശ്രമിച്ചിരുന്നു. എന്നാൽ അത് താങ്കളുടെ വായിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണം. അതേപോലെ എന്നുകൊണ്ട് ഇവൻ പെട്ടെന്ന് ഒന്ന് തിരിയുന്നുണ്ട്. അടുത്ത സെക്കൻഡ് അവനോടൊന്ന് മാഞ്ഞുപോയി മറ്റൊരുത്തിൻ്റെ ഫ്രണ്ടിൽ കയറി വന്ന് അവൻ്റെ കഴുത്തിനെ കുത്തിപ്പിടിച്ച് പൊക്കിയെടുക്കും. പറയടാ, ആരാണ് നീ? ഇതേ സമയം നമ്മൾ കാണുന്നത് മറ്റാരല്ല, നമ്മുടെ ബുള്ളിനെ ആയിരുന്നു. നാശം, ഇതിപ്പോ അല്ല, ഇവനിപ്പോ ചെയ്തത് ഷിഫ്റ്റ് ക്ലോൺ ടെക്നിക്കല്ലേ ഇവൻ ശരിക്കും. അത് മാത്രമല്ല, പെട്രേസിന്റെ ആ ഒരു ഡിവൈനുള്ള ബ്ലഡ് റിവേഴ്സൽ ആർട്ട് അവൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. ചോദിച്ചത് കേട്ടില്ലേ, ആരാണ് നീ? നീ നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഡെമോണിക് ലോഡ്, അത് കേഴ്സ്ഡ് സോർട്ട് സെക്റ്റിലെ ബുൾവിയോ ആണ്. കേഴ്സ്ഡ് സോർട്ട് സെക്റ്റോ? അതാ 2 ഷാഡോ സോർട്ട് സെറ്റ് അല്ലേ? ആ ട്രേറ്ററിനെ കൊന്നേക്ക്, പിന്നെ അവൻ്റെ ഫോളോവേഴ്സിനെ എല്ലാവരെയും. അതിനുശേഷം ഈ കൾട്ടിൻ്റെ ഓർഡർ തന്നെ താങ്കൾ തിരിച്ചെടുക്കേണ്ടതാണ്. ഇതല്ലടാ നീ പെട്രിയച്ചനെടുക്കെ വിസ്പർ ടെക്നിക്ക് യൂസ് ചെയ്ത് പറഞ്ഞത്. ആ പറഞ്ഞത് തന്നെ ഡിസ്റ്റൻ വിസ്പർ ടെക്നിക്ക് യൂസ് ചെയ്തായിരുന്നു. എന്താടാ, എനിക്ക് തെറ്റിയോ? അതോ നീ വീണ്ടും നീ ഇന്നസെൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പോകുവാണോ? ഇതൊട്ടും നല്ലതല്ല. അവൻ എങ്ങനെയാണ് അത് കേട്ടത്? ഒരൊറ്റ തെറ്റ് മതി, പ്ലാൻ കംപ്ലീറ്റ്ലി എക്സ്പോസ് ആവും. ഞാൻ എങ്കിലെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. ഡിസ്റ്റന്റ് വിസ്പറിങ്. ശബ്ദിച്ചു പോകരുത്. നിന്നോട് ശബ്ദിക്കാൻ ആരാണ് പറഞ്ഞത്? വാർഡനിയോൺ, നമ്മുടെ പ്ലാൻ തകർന്നിരിക്കുന്നു. അല്ല, പെട്ടെന്നാണ് ഇയോൺ അവൻ്റെ നേരെ തിരിഞ്ഞു നോക്കിയത്. വാർഡനിയോ, ഇനി മറ്റു മാർഗങ്ങളില്ല, താങ്കൾ എന്തായാലും വെച്ചിട്ട് ഫൈറ്റ് ചെയ്തതാണ്. ആ ഒരു സമയത്ത് ഞാനിവിടുന്ന് ഇതേ സമയത്ത് ദൂരത്ത് നമ്മുടെ വാർഡൻ മറ്റൊരാളായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹോങ് യോം പേ, നീയായിരുന്നല്ലേ അത്? ഇനി മറ്റു മാർഗങ്ങളോ ഇല്ലെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ബുള്ളാട്ടെ ആ ഒരു റിവേഴ്സ് ആർട്ട് യൂസ് ചെയ്യുന്നത്. നിനക്കറിയല്ലോ അതെൻ്റെ മേത്ത് വർക്ക് ചെയ്യത്തില്ലെന്ന്. അടുത്ത സെക്കൻഡ് തന്നെ അവനെ വീണ്ടും കറണ്ട് അടുപ്പിക്കാൻ നോക്കുകയും ചെയ്യും. എന്നാൽ പെട്ടെന്നായിരുന്നു ബുൾ ഇയോൻ്റെ നേരെ ഒരു അറ്റാക്ക് ചെയ്തത്. അതിനുശേഷം ഇയോൺ പഞ്ച് ചെയ്യാനായിട്ട് അവിടുന്ന് വരുന്നുകൊണ്ട്, അല്ല, അവൻ്റെ 100 മീറ്റിങ്സുള്ള ആ ഒരു ജേഡ് ഹാളാണ് ഞാൻ കംപ്ലീറ്റ്ലി സർഫസ് ചെയ്തത്. പക്ഷേ എങ്കിലും ഇവൻ ഇതേ സമയത്ത് അവൻ ചെയ്യുന്ന ഓരോ അറ്റാക്കിൻ്റെ പുറകിലും അത്രത്തോളം സ്ട്രെങ്ത് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. എന്നാൽ തക്കം കിട്ടിയപ്പോൾ അവൻ്റെ മുഖത്ത് ഇയോൺ ഒരു തവണ പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ അതൊട്ടും നിസ്സാരമല്ലായിരുന്നു. അവൻ ഡോഡ്ജ് ചെയ്ത് ബാക്കിലേക്ക് മാറി. ഇവൻ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ബ്ലഡ് റിവേഴ്സൽ ആർട്ട് പോലെയല്ല. അതുമാത്രമല്ല, അവൻ്റെ കണ്ണുകൾ ചുമക്കുന്നുമില്ലല്ലോ. ഇത് മറ്റെന്തോ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾക്കും ഇതേപോലെ പല കാര്യങ്ങളും ഉണ്ടടാ, അത് ഒളിപ്പിച്ച് വെച്ചിട്ടുമുണ്ട്. ഈ ഒരു ഫോമിൻ്റെ ഒരു ഡൗൺ സൈഡ് എന്ന് പറയുന്നത് 1 മണിക്കൂർ മാത്രമേ ഇത് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. അല്ല ഡിമോണിക് ലോഡ്, താങ്കൾ അവനെ അറ്റാക്ക് ചെയ്തത് ഇതുമൂലമായിരുന്നോ? അവനെ പിടിച്ചു കെട്ട്. അടുത്ത സെക്കൻഡ് തന്നെ അവിടെ ഉണ്ടായിരുന്ന പലരും അവനെ പിടിച്ചു കെട്ടാൻ അവിടേക്ക് വരുന്നുണ്ട്. എന്നാൽ നിസ്സാരമായി തന്നെ അവിടേക്ക് വന്ന എല്ലാവരും അവൻ ഡിസ്ട്രോയ് ചെയ്ത് കളയും. ഇതേ സമയം നേരത്തെ പറഞ്ഞവനായിട്ട് വീണ്ടും അവനെ അറ്റാക്ക് ചെയ്തിട്ട് വരുന്നുണ്ട്. എന്നാൽ ആ ഒരു യുജോങ് ചെയ്യുന്ന ഡിഫൻസ് അത്രത്തോളം സ്ട്രോങ്ങർ ആയിരുന്നു. 100 കണക്കിന് അറ്റാക്സ് ചെയ്തെങ്കിലും അവൻ്റെ ശരീരത്ത് ഒരു പാട് പോലുമില്ലായിരുന്നു. അല്ല, ഇതെന്താണ്? അവൻ്റെ ശരിക്കും റോക്ക് ഹാർഡാണല്ലോ. എന്നാൽ ബുള്ള് അതെല്ലാം വിട്ടിട്ട് നേരെ റഷ് ചെയ്ത് ഇയോൻ്റെ നേരെയാണ് വന്നത്. ഇനി 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് ഞാനിവനെ അവനട്ടെ ഇയോൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഡിമോണിക് ലോഡ്, സൂക്ഷിച്ച്. ആ സമയത്ത് നമ്മുടെ ഇയോൻ്റെ കഴുത്തിൻ്റെ പറ്റേ വരെ ഒരു അറ്റാക്ക് എത്തി. എന്നാൽ പെട്ടെന്നാണ് ആ സോഡ് അവൻ സമൻ ചെയ്തിട്ട് തിരിച്ചൊരു അറ്റാക്ക് ചെയ്തത്. അടുത്ത സെക്കൻഡ് ഇവനവൻ്റെ തൊട്ട് പുറകിലുണ്ടായിരുന്നു. അത് മാത്രമല്ല, അവൻ്റെ വലത്തെ കൈ നേരെ നിലത്തേക്ക് വീണു. അവന് വരെ അത് അത്ഭുതമായി പോയി. വേദന കൊണ്ട് അവൻ ഉച്ചത്തി നിലവിളിക്കാനും തുടങ്ങി. ഇങ്ങനെ കരയല്ലടാ,
ഒരൊറ്റ കൈയല്ലേ പോയുള്ളൂ, ഇനിയും പലതും ഉണ്ട്. നീ പേടിക്കണ്ട. നീ അനുസരണയോടെ എല്ലാം പറയുന്നവരെ ഞാൻ നിന്നെ ടോർച്ചർ ചെയ്യാൻ പോവുകയാണോ? നിനക്ക് ശരിക്കും വട്ടാണ്. അതുകൊണ്ട് നീ ഇതൊന്ന് തകർത്ത് നോക്കടാ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നായിരുന്നു ബെല്ലവടിക്ക് റഷ് ചെയ്ത് വന്നത്. എന്നാൽ ഇയോണോട്ടെ അവനെ തിരിഞ്ഞ് തറപ്പിച്ച് നോക്കുകയും ചെയ്യും. അടുത്ത സെക്കൻഡ് കാണുന്നത് പല പല അറ്റാക്സ് ആയിരുന്നു. പിന്നെ കാണുന്നത് തലയും ഉടലും മാത്രമുള്ള നമ്മുടെ ബില്ലിനെയായിരുന്നു. ബാക്കിയെല്ലാം തന്നെ അവിടെ ഡിസ്ട്രോയ് ആയിപ്പോയി. അവൻ്റെ ആ ഒരു ശരീരം നേരെ നിലത്തേക്ക് വീണു. അവനാട്ടെ ഒരു കണക്കിന് മറിഞ്ഞു കിടന്നിട്ട് നന്നായിട്ട് ശ്വാസം എടുക്കുന്നുമുണ്ട്. ഇവൻ എങ്ങനെയാണ് ഇത്ര സ്ട്രോങ്ങറായി മാറിയത്? അല്ല, ഇങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും എൻ്റെ അവസാനം. പക്ഷേ വാർഡൻ പേ അവൻ രക്ഷപ്പെട്ടത് കൊണ്ട് എനിക്ക് എന്നെ തന്നെ കൊല്ലാൻ. പെട്ടെന്ന് ആ ഒരു സൗണ്ട് കേട്ട് അവൻ തിരിഞ്ഞ് നോക്കുകയും ചെയ്യും. ഡെമോണിക് ലോർഡ്, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അവനെ ഞാൻ പിടിച്ചു കെട്ടിയിട്ടുണ്ട്. ഒരു ഡെമോണിക് ലോർഡ് എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ആദ്യം തരാൻ പോകുന്ന ആജ്ഞാപനയാണ്. വാരിയർ കേസ്റ്റ് സോഴ്സിലുള്ള എല്ലാവരും തന്നെ പിടിച്ചു കെട്ടണം. ആൻഡ് അവരുടെ ബോഡി ഗാർഡ്സിനെ ആരെങ്കിലും റെസിസ്റ്റ് ചെയ്താൽ അങ്ങ് കൊന്നു തള്ളിയാക്ക്. ആൻഡ് അതും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.